ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടു, ഇതാ വെളുത്തുള്ളി ഇട്ടു. എന്നിട്ട് നന്നായി അത് മൂപ്പിച്ചൊന്നും ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി അതിലേക്ക് ഇതാ സബോള ചേർത്തു, നന്നായിട്ട് ഇളക്കുക. പിന്നെ പച്ചമുളക് അതൊന്ന് വഴറ്റി വരുമ്പോൾ പച്ചമുളക് ചേർത്തു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഞാനതാ അവിടെ വേവിച്ച് ഉടച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് കുരുമുളക് പൊടി, കാരണം പച്ചമുളക് ചേർത്തുണ്ടല്ലോ. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, അതേപോലെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി. ഇത് തമ്മിൽ ഇട്ടിട്ട് ഇളക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ഉപ്പും നന്നായി പാകത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. ഉരുളൻകിഴങ്ങിലും ഇതിലും ഉപ്പ് ചേർത്തുണ്ട്, അതേപോലെ ഇതിലും കുറച്ച് ഉപ്പ് ചേർക്കുക. ഇനി ആ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇതാ കണ്ടില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ശരിയാക്കി വെച്ച് കുറച്ച് മല്ലിച്ചപ്പ് അതിലിട്ടു. പിന്നെ ഞാനൊരു ഡപ്പയുടെ മൂടിയാണ് കേട്ടോ എടുത്തത്. കണ്ടില്ലേ, ഒരു പാത്രത്തിൻ്റെ മൂടിയാണ് എടുത്തത്, പുതിയ പാത്രത്തിൻ്റെ. അപ്പോൾ അതിൽ ഈ എന്താ പറയുക, ഈ ഉണ്ടാക്കിയ മാവ് ഒപ്പമാക്കി വെച്ച് വട്ടനെ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്ത്. പിന്നെ ഞാൻ അതിൽ മുക്കി ഒഴിക്കാനായിട്ടൊരു മാവ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതാ മുട്ട, അതുപോലെ മൈദപ്പൊടിയും ചേർക്കുക ചെയ്തിട്ടോ, മൈദപ്പൊടിയും മുട്ടയും. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഇനി അപ്പോൾ ഇതാ ബ്രെഡ് ഞാനത് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കട്ട്ലേറ്റ് ഇതാ മുക്കുക, പിന്നെ ബ്രെഡിൽ മുക്കിയിട്ട് വെക്കുക. ബ്രെഡിൻ്റെ ആ പൊടിയിൽ വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്ത്. ഇനി പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഈ ബ്രെഡൊക്കെ മുക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അതാ അതിലേക്ക് ആക്കി. ഇപ്പോൾ അതാ കട്ട്ലേറ്റ് ശരിയാവാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇതാക്കി മറിച്ചിടുക. കട്ട്ലേറ്റ് കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ.